നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനൽ എല്ലാവരും കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും പരമാവധി സംഭാവനകൾ അയച്ചു തരികയും നിങ്ങളുടെ വിവിധ വിഷയങ്ങൾ യൂട്യൂബിൽ വഴി കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പർ വഴി എന്നെ അറിയിക്കുകയും ചെയ്യണം. ഈ സംഭാവനകൾ നൽകുക എന്ന് പറഞ്ഞാൽ ഞാൻ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടി വീഡിയോ ചെയ്യുമ്പോൾ ആ വിഭാഗത്തിലുള്ള ആളുകളെല്ലാം എനിക്ക് കാശ് അയച്ചു തന്ന് ഞാൻ പണക്കാരനാകാൻ വേണ്ടിയിട്ടല്ല. ആശാ വർക്കേഴ്സ്, അങ്കണവാടി, തൊഴിലുറപ്പ്, കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ, തൊഴിലാളി ക്ഷേമനിധി, പാചക തൊഴിലാളികൾ, ക്രഷ് തൊഴിലാളി ജീവനക്കാർ, പോലീസുകാർ, പട്ടാളക്കാർ, അധ്യാപകർ തുടങ്ങി സമൂഹത്തിലെ വ്യത്യസ്തങ്ങളായ വിവിധങ്ങളായ ആളുകളുടെ വീഡിയോ ചെയ്യാറുണ്ട്. ഇങ്ങനെ എല്ലാം 10-15 വീഡിയോസ് ചെയ്യാറുണ്ട്. ആ കാലങ്ങളിലൊന്നും സംഭാവനയെക്കുറിച്ച് പോലും പറയാറില്ല. പക്ഷേ ഇതിൻ്റെ ചിലവുകൾ കൂടി വരുന്നു. സ്റ്റുഡിയോ തുടങ്ങി പ്രവർത്തനങ്ങൾ കൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഏതൊരു ചാനലായാലും സംഭാവനയോ പരസ്യമോ കിട്ടിയാൽ മാത്രമേ നിൽക്കാൻ കഴിയുള്ളൂ. ഇത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ആശാ വർക്കേഴ്സിൻ്റെ ഒരു 10-15 വീഡിയോ ഞാൻ ചെയ്തിരുന്നു. പിന്നെ അത് വലിയ സാമൂഹ്യ വിഷയമായി ഉയർന്നു നിൽക്കുന്നത് കൊണ്ടാണ് പിന്നെയും വീഡിയോ ചെയ്യൽ കുറച്ചത്. അങ്കണവാടികളുടെ ഒരു വീഡിയോ മാതൃഭൂമി ഓൺലൈൻ പത്രത്തിൽ വന്ന ഒരു വാർത്ത. ഞങ്ങളുടെ റിസർച്ച് ടീം ഓരോ വിഷയങ്ങൾ ഓൺലൈനിലും ഓഫ്ലൈനിലും പത്രത്തിലും മറ്റ് ചാനലുകളിലും വരുന്നതെല്ലാം ശ്രദ്ധിക്കും. അങ്ങനെ മാസങ്ങൾക്ക് മുമ്പ് ഒരു വാർത്ത, അങ്കണവാടി കെട്ടിടങ്ങൾക്ക് 7000 കെട്ടിടങ്ങൾക്ക് 33,000-ൽ 7000 കെട്ടിടങ്ങൾക്ക് വാടക കെട്ടിടത്തിലാണെന്നും കുറേ കെട്ടിടങ്ങൾ പ്രതിസന്ധിയിലാണെന്നുമുള്ള വാർത്ത കണ്ടു. അങ്ങനെയാണ് ആദ്യത്തെ വീഡിയോ ചെയ്തത്. അതിനുശേഷം ഒരു 50-55 വീഡിയോ ഞങ്ങൾ ചെയ്തു. ഒരാളെപ്പോലും, ഒരു അങ്കണവാടി വർക്കറെ പോലും, ഹെൽപ്പറെ പോലും, ഒരു ഓഫീസറെ പോലും ഞങ്ങൾ നേരിട്ട് വിളിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഞാനാണ് വിളിക്കേണ്ടത്. ഞാൻ നേരിട്ട് ആരെയും വിളിച്ചിട്ടില്ല. അതേസമയം ആദ്യത്തെ വീഡിയോ വന്നപ്പോൾ തന്നെ അതിൽ നമ്പർ വച്ചിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ പരസ്യത്തിനൊക്കെയാണ് നമ്പർ വച്ചിരിക്കുന്നത്, ഞങ്ങളെ വിളിക്കുന്നതിനല്ല. പിന്നെയാണ് അത് വിളിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞത്. നിരവധി സ്ത്രീകൾ ഞങ്ങൾക്ക് മെസ്സേജ് ഇട്ടു. അവർ അവരുടെ പേര് പറഞ്ഞില്ല, സ്ഥലം പറഞ്ഞില്ല, വെറുതെ മെസ്സേജ് മാത്രം ഇട്ടു. തിരിച്ച് വിളിച്ചാൽ പലരും ഫോൺ എടുക്കത്തുമില്ല, ഇത് കറക്റ്റാണോ എന്നറിയാൻ. പക്ഷേ തുടക്കത്തിൽ വിളിച്ചിട്ടില്ല, ആദ്യമായി വിളിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് അയച്ചവരെ തിരിച്ച് വിളിക്കുമ്പോൾ അവർ ഫോൺ എടുക്കുന്നുമില്ല. അത് കഴിഞ്ഞതിന് ശേഷം നിരന്തരം വീഡിയോസ് ഒരുപാട് ചെയ്യേണ്ടി വന്നു. ഓരോ വിഷയങ്ങളെക്കുറിച്ച് ചെയ്യേണ്ടി വന്നു. ഞങ്ങളുടെ റിസർച്ച് ടീം നന്നായി പഠിക്കാൻ തുടങ്ങി കാര്യങ്ങൾ. അപ്പോൾ ഗ്രാറ്റുവിറ്റിയുടെ സുപ്രീം കോടതിയിലെ വിഷയങ്ങൾ, അതിൻ്റെ എല്ലാ പേപ്പേഴ്സും ഞങ്ങൾ എടുക്കാൻ പറ്റി. ശമ്പള വർധനവിൻ്റെ വിവരങ്ങളെടുത്തു. ഇവർ മറ്റ് തൊഴിലാളികളെ പോലെയാണോ? ആശാ വർക്കേഴ്സും തൊഴിലുറപ്പുകാരും ഹരിതകർമ്മസേനയുമായി സാക്ഷരതാ പ്രേരകന്മാരുമായിട്ട് അങ്കണവാടികൾക്കുള്ള വ്യത്യാസം എന്താണ്? ഇവർ വേജസ് ആക്റ്റിൽ വരുമോ? ഇവർ എസ്റ്റാബ്ലിഷ്മെൻറ്റിന് കീഴിൽ വരുമോ? ഇങ്ങനെ നിരവധി കാര്യങ്ങൾ തിരക്കാൻ തുടങ്ങി ഞങ്ങൾ. അതെല്ലാം ഞങ്ങളുടെ കൈവശമുണ്ട്. അപ്പോഴാണ് പല ആളുകളും പറഞ്ഞു, സാർ ഞങ്ങൾക്ക് കാര്യങ്ങൾ പറയാനൊരു ഗ്രൂപ്പ് തുടങ്ങിയാൽ നന്നായിരുന്നു. അങ്ങനെയാണ് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ആളുകളെ ചേരുന്നു. ഒരുപാട് ആളുകൾ അഡ്മിൻസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് വിവരങ്ങൾ ഇടുന്നു. വേറെ മറ്റൊരു കാര്യമില്ല, അവരുടെ വിവരങ്ങൾ അയക്കുന്നു. അത് നമ്മൾ എടുക്കേണ്ട കാര്യങ്ങളെടുത്ത് ക്രോസ് ചെക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോഴും ഇന്നലെയും ആളുകൾ വിവരങ്ങൾ അയച്ചു കൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ ഞാൻ ഇത്രയും ആമുഖമായി പറഞ്ഞത്, ഈ സംഭാവന കൊടുക്കുന്ന കാര്യങ്ങളും പരസ്യം തരുന്ന കാര്യങ്ങളും എല്ലാ വീഡിയോയിലും ഞങ്ങൾ ചെയ്തിട്ടുള്ള കഴിഞ്ഞ മാസങ്ങളിൽ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസിലും ഞങ്ങൾ കൊടുക്കാറുണ്ട്. ചില ആളുകൾ സംഭാവന അയച്ചു തരാറുണ്ട്, ചില ആളുകൾ മറ്റ് സുഹൃത്തുക്കളോട് പറഞ്ഞ് സംഭാവന അയച്ചു തരാറുണ്ട്. അതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ അല്ലാതെ ഞങ്ങൾ അംഗൻവാടികളുടെ സ്പെസിഫിക് ആയിട്ടോ ഗ്രൂപ്പിലോ ഒന്നും തന്നെ ഈ സംഭാവനയെ സംബന്ധിച്ച് മറ്റൊരു കാര്യത്തിനെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ആരെയും ചുമതലപ്പെടുത്തിയിട്ടുമില്ല. ഞാനിത് പറയാൻ കാരണം, ഇന്ന് ഞങ്ങളുടെ ഈ വീഡിയോസ് എല്ലാം ഇങ്ങനെ വരുന്നതിൻ്റെ ഭാഗമായി പല നടപടികളും ഉണ്ടാകുന്നു. അത് വീഡിയോസ് വന്നതുകൊണ്ടല്ല, പക്ഷേ നടപടികളുണ്ടാകുന്നു. പെൻഷൻ പെട്ടെന്ന് കൊടുക്കുന്നു, 3 മാസത്തെ പാസ്ബുക്കിൻ്റെ കാര്യങ്ങൾ നടക്കുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു. ഇനിയും പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. ഞങ്ങൾ അതിനകത്ത് സഹായിക്കുകയും ചെയ്യും. ഇതിനിടയിൽ ഇന്നൊരു ഗ്രൂപ്പിൽ, അത് അങ്കണവാടിക്കാരുടെ വർക്കർമാരുടെ ഹെൽപ്പർമാരുടെ ഒരു ഗ്രൂപ്പിലാണ് പോയ ഒരു മെസ്സേജ് എനിക്ക് കിട്ടിയിരുന്നു. ആ മെസ്സേജ് കിട്ടിയത് ഒരു യൂട്യൂബർ കേരളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ആ യൂട്യൂബർ ആളുകളെ, അങ്കണവാടിക്കാരെ, വർക്കർമാരെ, ഹെൽപ്പർമാരെ വിളിച്ച് വിളിച്ച് വിവരങ്ങളെടുത്ത് യൂട്യൂബിലിടുന്നു. അപ്പോൾ യൂട്യൂബിന് വ്യൂസ് കൂടുമ്പോൾ അതിൽ പൈസ കിട്ടും. ഇത് സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരായിട്ടുള്ള നമ്മൾ ഇതൊന്നും ചെയ്യാൻ പാടില്ല, ഫോർവേഡ് ചെയ്യാൻ പാടില്ല. യൂട്യൂബിൽ പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും വിശേഷം ഉണ്ടാകുമോ ഈ നാട്ടിൽ?
എല്ലാവരും വീട്ടിലിരുന്ന് ഇത് കണ്ടതുകൊണ്ട് വല്ല ഗുണമുണ്ടോ, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് കുറച്ചൊരു പരിഹാസ രൂപത്തിലുള്ള ഒരു മെസ്സേജാണ് ഇട്ടിരിക്കുന്നത്, കുറച്ച് ദീർഘമായ മെസ്സേജ്. പ്രിയപ്പെട്ട സഹോദരി അംഗൻവാടി വർക്കറോ ഹെൽപ്പറോ ലീഡറോ ഉപലീഡറോ ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, എന്തായാലും ഓഫീസർ അല്ല എന്ന് വിചാരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരി മനസ്സിലാക്കേണ്ടത്, ഞാൻ യൂട്യൂബർ അല്ല. എൻ്റെ പേര് ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ്. ഞാൻ തിരുവനന്തപുരത്തുള്ള ആളാണ്. ഇത് വന്നിരിക്കുന്നതും എനിക്കറിയാവുന്ന ഒരു ജില്ലയിലെ ഗ്രൂപ്പിലാണ് വന്നിരിക്കുന്നത്. ഞാനത് അത്രയും വിശദമായി പറയുന്നില്ല ഇത് യൂട്യൂബിലൂടെ. ഞാൻ കേരള സർക്കാരിൻ്റെ ജലവിഭവ വകുപ്പിൽ ഡയറക്ടറായിരുന്നു. നിരവധി സെൻറ്റർ ഫോർ റിസർച്ച് സ്റ്റഡീസ്, കേരള സ്റ്റേറ്റ് ലാൻഡ് യൂസ് ബോർഡ് തുടങ്ങിയ നിരവധി സ്ഥാപനങ്ങൾ, ഒരു 10-12 സ്ഥാപനങ്ങളിൽ ഞാൻ സയൻറ്റിസ്റ്റായിരുന്നു. പ്ലാനിംഗ് ബോർഡുമായി ബന്ധമുണ്ട്. ജനകീയാസൂത്രണത്തിൽ ഞാൻ റിസോഴ്സ് പേഴ്സണായിരുന്നു, ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. സമ്പൂർണ്ണ സാക്ഷരതാ പരിപാടിയിൽ പ്രേരക്കല്ല റിസോഴ്സ് പേഴ്സണായിരുന്നു, സ്റ്റേറ്റ് ലെവൽ റിസോഴ്സ് പേഴ്സണായിരുന്നു. 16-ലധികം പുസ്തകം എഴുതിയിട്ടുണ്ട്. 2000-ലധികം ലേഖനം എഴുതിയിട്ടുണ്ട്. 8ഓളം പ്രൊഫഷണൽ ഡിഗ്രി എടുത്തിട്ടുണ്ട്. MSc, B.Ed, LLB, MBA, MSW, ജേർണലിസം, PhD എടുത്തിട്ടുണ്ട്. 2000-ലെ ലേഖനം എഴുതിയിട്ടുണ്ട്. സർക്കാരിൻ്റെയും സർക്കാരിതര സംഘടനകളുടെയും നിരവധി സംഘടനകളുടെ അഡ്വൈസറാണ്, ടെക്നിക്കൽ കൺസൾട്ടൻ്റാണ്, ഒക്കെയാണ് ഞാൻ. പക്ഷേ ഞാൻ പഠിക്കുന്ന കാലത്ത് നല്ല സംഘടനാ പ്രവർത്തകനായിരുന്നു. കോളേജിൽ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഒരു യൂണിയൻ്റെ നേതാവായിരുന്നു. വലിയ നേതാവായിരുന്നു, ചെറിയ നേതാവല്ല, സംസ്ഥാന നേതാവായിരുന്നു. ധാരാളം കമ്മിറ്റികളുണ്ടായിരുന്നു. അമ്പല കമ്മിറ്റിയിലുണ്ടായിരുന്നു, ലൈബ്രറി കമ്മിറ്റിയിലുണ്ടായിരുന്നു, പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു, അംഗത്വമുണ്ടായിരുന്നു ഒരു പാർട്ടിയിൽ. സ്കൂളിൽ ലീഡറായിരുന്നു. 13 വയസ്സിൽ സ്കൂൾ ലീഡറായിരുന്നു. ഞാൻ ഇത്രയും എൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞത്, പ്രിയപ്പെട്ട സഹോദരി, ഞാൻ യൂട്യൂബറാണ്, എന്തോ കാശുണ്ടാക്കാൻ എന്തോ പണിക്ക് പോകുന്നു എന്നുള്ള നിലയിൽ പറഞ്ഞു. യൂട്യൂബിൽ 1,00,000 ആളുകൾ ഒരു ഷോട്ട് കണ്ടാൽ 1000 രൂപ കിട്ടും. 1,00,000 ആളുകൾ ഷോട്ട് കണ്ടാൽ. ഒരു വീഡിയോ 10,000-കണക്കിന് ആളുകൾ കണ്ടാൽ എത്ര രൂപയാണ് കിട്ടുന്നതെന്ന് പ്രിയപ്പെട്ട സഹോദരി ആരെങ്കിലും യൂട്യൂബ് നടത്തുന്നവരോട് ചോദിക്കുക. കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട യൂട്യൂബ് ചാനലുകൾ ഒഴിച്ച്, അതിപ്പോൾ ഞാൻ പേര് വേണമെങ്കിലും അങ്ങ് പറയാം, മറുനാടൻ മലയാളി, ABC, പിന്നെ അതുപോലെ തന്നെ മലയാളി വാർത്ത, ഇങ്ങനെ കുറേ വളരെ വലിയ യൂട്യൂബ് ചാനലുകാരുണ്ട്. അവരൊഴിച്ച് ബാക്കി എല്ലാവരും അത്തപ്പട്ടിണിക്കാരും കഷ്ടപ്പാടുകാരുമാണ്. അവരൊന്നും അങ്ങനെ ഇത് വെച്ച് വലിയ പൈസ ഉണ്ടാക്കുന്നവരല്ല. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഞാൻ യൂട്യൂബർ അല്ല, വീണ്ടും പറയുന്നു. എന്നാൽ ഞാൻ 20,000-ഓളം ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. കേരളത്തിലാകെ പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. ഈ പറഞ്ഞ സഹോദരിയുടെ പഞ്ചായത്തിലും ഒരുപക്ഷെ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് എന്നെ അറിയാമായിരിക്കും. കിലയിൽ ഞാൻ ഫാക്കൽറ്റി ആയിരുന്നപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ പരിശീലിപ്പിച്ചിട്ടുണ്ട് ധാരാളം. കേരളത്തിലെ കൃഷി ഓഫീസർമാരെ ധാരാളം പരിശീലിപ്പിച്ചിട്ടുണ്ട്. കളക്ടർമാർ, IMG, SIRD, കില, പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി, വിവിധ സ്ഥലങ്ങളിലൊക്കെ ഞാൻ പരിശീലനത്തിന് പോയി റിസോഴ്സ് പേഴ്സൺ ആയിരുന്നു. പിന്നെ ഞാൻ എല്ലാ ചാനലുകളിലും വരുന്ന ആളാണ്. എല്ലാ ഡിജിറ്റൽ ചാനലുകളും യൂട്യൂബ് ചാനലുകളിലും ഞാൻ ഗസ്റ്റായി വരുന്ന ആളാണ്. സാറ്റലൈറ്റ് ചാനലുകളിലും വരുന്ന ആളാണ്. എല്ലാ പത്രങ്ങളിലും എഴുതുന്ന ആളാണ്. ഇത്രയും സഹോദരിക്ക് വേണ്ടി പറഞ്ഞത് ഒരു സഹോദരിയുടെ സംശയം തീർക്കാനല്ല. കേരളത്തിലെ അംഗനവാടി വർക്കർമാരിൽ കുറച്ച് പേരെങ്കിലും പല ജില്ലകളിൽ, ഇതിപ്പോൾ തെക്കൻ ജില്ലയിൽ നിന്നാണ് വന്നതെങ്കിൽ വടക്കൻ ജില്ലയിൽ നിന്നും ചില സംശയങ്ങൾ വന്നിട്ട്, ഇവൻ ആരാണ്, ഇയാൾ ആരാണ്, ഇയാൾ യൂട്യൂബറാണോ, ഇയാൾ എന്താണ് ഇയാളുടെ ലക്ഷ്യം, ഇയാൾ എന്തിനാണ് കാശുണ്ടാക്കാനാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഒരു ക്ലാസ് എടുക്കാൻ പോയാൽ 3000-ലധികം രൂപ കിട്ടും. ഏറ്റവും കുറഞ്ഞത് 10,000 രൂപ വരെ കിട്ടും ഒരു പ്രഭാഷണത്തിന് പോയാൽ. പുസ്തകം എഴുതിയാൽ പൈസ കിട്ടും, ലേഖനം എഴുതിയാൽ പൈസ കിട്ടും. അങ്ങനെ കൺസൾട്ടൻസി വർക്ക് കൊടുത്താൽ നല്ല പൈസ കിട്ടും. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഡയറക്ടറായിരുന്നു. അപ്പോൾ സഹോദരി, പ്രിയപ്പെട്ട സഹോദരി, ഒരു യൂട്യൂബ് താങ്കളുടെ ഗ്രൂപ്പിൽ താങ്കൾ അങ്ങനെ ഒരു വാർത്ത ഇടുന്നതിന് മുമ്പ് ഒരു ഫോൺ കാൾ, അതിനകത്ത് 2 ഫോൺ നമ്പറുണ്ട്. ആ 2 ഫോൺ നമ്പറിൽ ഏതെങ്കിലും ഒരു ഫോൺ കാളിൽ എന്നെ വിളിച്ചിട്ട്, സാർ എന്താണ് സാർ ഇങ്ങനെ ചെയ്തത്, സാറിൻ്റെ മോട്ടിവേഷൻ എന്താണ് എന്ന് എന്നോട് ഒരു വാക്ക് ചോദിക്കാമായിരുന്നു. അത് താങ്കൾ ചെയ്തില്ല. പകരം താങ്കൾ യൂട്യൂബ് വീഡിയോ ഫോർവേഡ് ചെയ്യുന്നവരെയൊക്കെ ഭീഷണിപ്പെടുത്തുന്ന നിലയിലാണ് ചെയ്തിരിക്കുന്നത്. അത് അവർ ആ രീതിയിലൊക്കെ അവർ ഒഫീഷ്യൽ ഫോണിൽ അത് ചെയ്താലേ പ്രശ്നമുള്ളൂ. അവരുടെ സ്വകാര്യ ഫോണിൽ അവർ യൂട്യൂബ് വീഡിയോ ഫോർവേഡ് ചെയ്താൽ അവരെ ആരും ഒന്നും ചെയ്യാനില്ല. ഞാൻ സർക്കാർ ചട്ടങ്ങൾ അറിയാമെന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരി, ഞാൻ അവസാനിപ്പിക്കുന്നു. ഞാനിത് ആരോടും ഫൈറ്റ് ചെയ്യാനില്ല. ഒരുപാട് യൂണിയൻ നേതാക്കൾ എന്നെ വിളിച്ചിരുന്നു. ഞാൻ അവരോട് ഈ കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. നിങ്ങളുടെ ക്ഷേമനിധി ചെയർപേഴ്സണോട് ഞാൻ സംസാരിച്ചിരുന്നു. ക്ഷേമനിധിയിൽ ഞാൻ പോയിരുന്നു. ഞാൻ സെക്രട്ടേറിയറ്റിൽ പോയിരുന്നു. നിങ്ങളുടെ ഫയലുകളുടെ അവസ്ഥ എനിക്കറിയാം. 50 വർഷമായപ്പോൾ, നിങ്ങൾ 1975 ഒക്ടോബർ 2 തുടങ്ങി 2025 50 വർഷമാകുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളിൽ സീരിയസായി ഒരു വിഷയത്തിൽ ഇടപെടുന്ന എൻ്റെ സ്വഭാവം വെച്ചുകൊണ്ട് ഞാൻ ഇടപെടുന്നു. അതുകൊണ്ട് ഇനിയും വീഡിയോസ് ചെയ്യും. മാത്രമല്ല സഹോദരി, പ്രിയപ്പെട്ട സഹോദരി, ഇനി കുറേ അധികം കാര്യങ്ങൾ യൂട്യൂബർ എന്നുള്ള മേൽവിലാസം മാറ്റി വെച്ചുകൊണ്ട് ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസും
ഞങ്ങളുടെ റിസർച്ച് ടീമും ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ റിസർച്ച് ടീമിൽ വക്കീലുണ്ട്, ഡോക്ടർമാരുണ്ട്, പോലീസ് ഓഫീസർമാരുണ്ട്, റിട്ടയർ ചെയ്തിട്ട് ആളുകളുണ്ട്, റിട്ടയർ ചെയ്തിട്ടുള്ള അംഗൻവാടിയിലുള്ളവരുമുണ്ട്. ഇനി വർക്ക് ചെയ്യുന്ന സഹോദരിയെ പോലുള്ളവർ വന്നാൽ സന്തോഷം. വലിയൊരു കമ്മിറ്റി ഉണ്ടാകാൻ പോവുകയാണ്. ഞങ്ങൾ പഠിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. തുടർന്ന് ഞങ്ങൾ എന്തായാലും അംഗനവാടികളുടെ വിഷയങ്ങളിൽ ആദ്യമായി ഇടപെടാൻ പോകുന്നു. തുടർന്ന് ബാക്കിയുള്ള വിവിധ വിഭാഗം ജനങ്ങളുടെ വിഷയങ്ങളിലും ഒന്നൊന്നായി ഞങ്ങൾ ഇടപെടും. അത് ഞങ്ങളുടെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമാണ്. തീർച്ചയായും ഞങ്ങൾ ഇടപെട്ടിരിക്കും. പ്രിയപ്പെട്ട സഹോദരിക്ക് എല്ലാവിധ അഭാവങ്ങളും നേരുന്നു. താങ്കളും കാര്യങ്ങൾ തിരിച്ചറിയുക. നമ്മൾ യൂണിയനെതിരല്ല, ആർക്കുമെതിരല്ല. പക്ഷേ വിഷയങ്ങളോടൊപ്പം ഞങ്ങൾ നിൽക്കും. ഇനിയും ഈ ചാനലിൽ സഹോദരിമാർ, പ്രിയപ്പെട്ട സഹോദരിമാർ വിവരങ്ങൾ അയച്ചാൽ നിർഭയം നിസ്സംശയം കൊടുക്കും. ആരും കണ്ടാലും കൊടുക്കും, കണ്ടില്ലെങ്കിലും കൊടുക്കും. ഞങ്ങളിടുന്ന ഓരോ വീഡിയോയും അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. 100 പേര് കാണുന്നതുണ്ട്, 10 പേര് കാണുന്നതുണ്ട്, 1,00,000 പേര് കാണുന്നതുണ്ട്. ഞങ്ങൾക്കൊരു വിഷയമല്ല. വിഷയം ഞങ്ങൾ സമൂഹത്തോട് പറയുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിൻ്റേതായ ഗുണം ഉണ്ടാകുന്നു എന്നുള്ളത് അറിയുന്നതിൽ സന്തോഷമുണ്ട്. ഞങ്ങൾ ഞങ്ങളുടെ ജൈത്രയാത്ര തുടരുക തന്നെ ചെയ്യും. നിർഭയം നിസ്സംശയം യാതൊരു ഇടപാടുമില്ലാതെ സത്യത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കും. ഞങ്ങൾക്ക് വ്യൂസ് കൂടിയാലും പ്രവർത്തിക്കും, കുറഞ്ഞാലും പ്രവർത്തിക്കും, പിന്നെ സംഭാവന കിട്ടിയാലും പ്രവർത്തിക്കും, കിട്ടിയില്ലെങ്കിലും പ്രവർത്തിക്കും. എന്ത് തന്നെ പ്രതിസന്ധി വന്നാലും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വിവിധ രൂപത്തിൽ പ്രവർത്തിക്കും. മാത്രമല്ല, ഞാൻ ഇതിനെ സംബന്ധിച്ച് വിവിധ അക്കാഡമിക് വർക്കുകൾ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. അത് ഓണം കഴിഞ്ഞാൽ ഉടനെ ഉണ്ടാവുകയും ചെയ്യും.